ഗോത്രകലകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അരങ്ങേറിയപ്പോൾ ജനം TV റിപ്പോർട്ടർമാരെ പണിയ നൃത്തം പഠിപ്പിച്ച കൊല്ലം പള്ളിമൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഈ റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി നൈറ്റ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം, ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളിമണിൽ നിന്ന് വരുവാണ്. അപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തനത് കലാരൂപമായ പളി നൃത്തമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ കണ്ട രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കാൻ പോവാ. അപ്പോൾ തുടങ്ങിയാലോ? കഴിഞ്ഞ 4 ദിവസമായിട്ട് മനോജ് ഗോത്രകലകളുടെ പുറകെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മനോജിനെ വിളിച്ചിട്ട് മനോജ് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലെത്തിയത്. ഇത് കബനിയാണല്ലേ മനോജ്? കബനിയാണ്. കബനി തീരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കബനി തീരത്ത് വെച്ചിട്ട് എന്ത് നൃത്തം പഠിക്കാൻ പോകുന്നത്? പളിയ നൃത്തം. ഞാനും മനോജും കൂടി പളിയ നൃത്തം പഠിക്കാൻ പോവുകയാണ്. പഠിപ്പിക്കുന്നത് സ്വന്തമായി പഠിച്ചു വന്ന കലാകാരികളാണ്. നമുക്ക് ഞങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഡാൻസിലെ ചെറിയൊരു പോർഷൻ ആണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്നത്. തുടങ്ങിയാലോ? വലത്തെ കാല് ഫ്രണ്ട് വെച്ചിട്ട് ഇടത്തെ കാല് ബാക്ക്. അടുത്തത് 1 2 3 4 അങ്ങനെ 4 വട്ടം കാണിച്ചു തരാം. 1 2 3 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ അല്ലേ? 1 2 3 സ്റ്റാർട്ട്. മനോജെ, പളിയ നൃത്തം പഠിക്കാൻ പാടുണ്ടോടാ? നല്ല പാടുണ്ട്. എന്തായാലും ശരീരം അനങ്ങാത്തവർക്ക് ശരീരം അനങ്ങിയെടുക്കേണ്ട പണി തന്നെയാണ് അല്ലേ? അതെ, കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇത്ര അവർ പഠിച്ചെടുത്ത്. അപ്പൊ ഞങ്ങൾ ദിനം പ്രതിയുള്ള പ്രാക്ടീസിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായി കളിക്കാൻ പറ്റിയത്. നമ്മളെ ബോഡി മൂവ്മെന്റ്സ് ആയാലും എല്ലാം ഞങ്ങൾ ദിനം പ്രതിയുള്ള പരിശീലനത്തോടാണ് ഇത് ഇത്രയും സാധിച്ചത് ഞങ്ങൾക്ക്. അപ്പൊ ഇനി അടുത്ത വർഷങ്ങളിലുള്ള മത്സരങ്ങളിലേക്കും ഇതിൽ മനോഹരമായി എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ പഴയ നൃത്തം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്കും നമ്മൾ അത് പരിചയപ്പെടുത്തുകയാണ്. വിവേക് നേമത്തോടൊപ്പം ടിൻഡു ദാസ്, മനോജ്, ജനം.